കേട്ടോ. ഇതെന്താണ്? കുറേ ദിവസമായാലും ഒരു പണിയും നോക്കാം. സാഗുവേട്ടന് ഇത്രയും ശുഷ്കാന്തിയോട് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടാ. അല്ല എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ട്. അത് കടലാസ് അയക്കണ്ട, കടലാസ് പെൻഡിങ് ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യം പറയണം. രാവിലെ നീ ഉറക്കം പോകാനായിട്ട് എന്തെങ്കിലും മരുന്ന് വല്ലതും കഴിച്ചോ? മരുന്നൊന്നും കഴിച്ചില്ല. എന്തോ കഴിച്ചു ഇല്ലെങ്കിൽ ഇങ്ങനെ എത്ര ഉഷാറായിട്ടിരിക്കൂല. അതെ 2 ദിവസമായിട്ട് നല്ല ഉറക്കാം. ഭാര്യ വീട്ടിലില്ല, മോളടുത്തേക്ക് പോയില്ല. അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടി. അതായിട്ട് ഉഷാറ്. അത് ശരി. അപ്പൊ അതാണ് എന്നാ പിന്നെ ഭാര്യ സ്ഥിരമായിട്ട് മോളുടെ വീട്ടിലൊക്കെ നിർത്തിക്കൂടാ. ശരിയാണ്, പക്ഷെ വിട്ടുപോയല്ലോ. ഹലോ ഹലോ, ഇവിടെ എങ്ങോട്ട്? അവിടെ ആരുമില്ല. സാറിന് കാണും. സാറ് പുറത്ത് പോയേക്കാ വേറെ ഒന്നിനും അത്യാവശ്യം ആവശ്യമായിട്ട്. എന്താ പ്രശ്നം? എന്താണ് പറയും? എന്തിനു കരയുന്നേ? എന്താ പേരെന്താ? എൻ്റെ പേര് മൊയ്തു. എന്ത് മൊയ്തു? എന്താണ് പ്രശ്നം? ഒന്ന് തുറന്ന് പറ. ഈ സർക്കാർ ഓഫീസിൽ നിന്ന് ഇങ്ങനെ കരയില്ല, ആൾക്കാർ കണ്ട നാണക്കേടാണ്. മൊയ്തു പറ, എന്താ പ്രശ്നം പറ. എൻ്റെ സുഹൃത്ത് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. മോള് പോയാ? മോളല്ല, ഭാര്യയാണ്. ഭാര്യയാണോ സുഹറ? അതിനാണോ ഈ കരയുടെ? അത് പോട്ട് ചങ്ങായി. അങ്ങനെ പോണ്ട, വേണ്ടാത്തൊക്കെ പോട്ടെന്ന്. അങ്ങനെയല്ല സാറേ, എന്നും പണി ഇതിന് കൂലി ഞാൻ ഓളെ കയ്യിൽ കൊണ്ടുകൊടുക്കണം. അങ്ങനത്തെ എന്നോട് ഓളെ ചെയ്തറിയ. ആരോടെ പോയത്? ഒക്കെ നാണക്കാനാണ് സാറേ. പോയില്ലേ? നീയിപ്പം പറഞ്ഞിട്ട് കാര്യമല്ലോ. പറഞ്ഞോ? എന്റെ കൂടെ കയ്യാളായിട്ട് നിന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കൂടെ പോയത്. ഇതെന്താണെന്നറിയാമോ? ഡെയിലി പൈസ എല്ലാം കൊണ്ട് കൊടുക്കും, പക്ഷേ പോയിട്ട് വൈകുന്നേരം അടിച്ചിട്ട് തെറിവിളിയൊക്കെയാണ് ഈ ടീം. അപ്പൊ ഹിന്ദിക്കാരവിടെ പോയി കഴിഞ്ഞാൽ അവന്മാര് ഹിന്ദിയിൽ തെറി വിളിച്ചാലും അറിയില്ല. ഞാൻ കള്ളുകൂടി ഒന്നുമില്ല സാറേ. പിന്നെ ദേവോദരം ഒന്നുമില്ല. അപ്പൊ ഇത് ഇവിടെ ഒന്ന് പറയേണ്ട കാര്യം എന്താണ്? അതാണ് ഞാൻ ചോദിക്കാൻ. അല്ല സാറേ, ഞാൻ മയ്യത്തായാലേ ഇവിടുന്ന് ഒരു ആനുകൂല്യം കിട്ടുമല്ലോ, അതിന്റെ അവകാശിന്റെ സ്ഥാനത്ത് ഓളെ പേരാ. ആ അവകാശ സ്ഥാനം മാറ്റണം. ഓക്കത് കിട്ടരുത്. അല്ലപ്പോ അവള് ഒരാളെ കൂടെ ഇറങ്ങിപ്പോയതാണ്, അതുകൊണ്ട് ഇവിടുന്ന് പേര് മാറുകയൊന്നുമില്ല. അതിന് നിങ്ങളൊരു വക്കീലിനെ കാണണം. നിയമപരമായി അയാൾ എല്ലാം പറഞ്ഞു തരും. ഈ കൊണ്ടയാളുണ്ടല്ലോ, നിങ്ങളെ ഭാര്യനെ തിരിച്ചുകൊണ്ടാക്കിയ അത് അതിനും വലിയ പ്രശ്നം. അതുകൊണ്ടേ ഞാൻ പറയണത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സാധനത്തിന് അങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യുക. എന്നിട്ട് വേറെ നല്ല ഇനെ കെട്ടിയിട്ട് കൊണ്ടുപോകാ. നമുക്ക് പേര് ഇവിടെ ചേർക്കാം. ഇല്ലെങ്കിൽ പൈസ ഈ കൂറയ്ക്കേ പോകുള്ളൂ. നിങ്ങളുടെ അടുത്ത് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? പോയി വക്കീലിനെ കാണാൻ നോക്ക്. ചുമ്മാ ഇവിടെ നിന്ന് കരഞ്ഞോണ്ട് കാര്യം. വക്കീലാണ് സാർ. പോ. സന്തോഷത്തോടെ ഇരിക്കണ്ടേ? ഇങ്ങനെയുള്ള ബാധ്യതകൾ പോണല്ലേ നല്ലത്. പിന്നല്ലേ ബെസ്റ്റ്. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഒന്നും തോന്നരുത്. നിങ്ങൾ രാഘവരെ നോക്കിയാണോ പറഞ്ഞേ? ഇന്നൊന്നും നടക്കൂല. നെറ്റില്ലേ? നെറ്റ് വന്നു, പക്ഷെ സാറ് പോയി. എന്നാലേ സാറ് വന്നിട്ട് സാറെ കണ്ടിട്ട് പോയാ മതി. സാർ എപ്പോ വരുമെന്നോ ഇന്ന് വരുമോന്നോ ഒന്നും നമുക്കറിയില്ല. സാറൊന്നും വിളിച്ചു ചോദിക്കും സാറേ വരുമോന്ന്. വിളിച്ചോക്കെ. എവിടെ ഉണ്ട്? നിങ്ങൾ കുറച്ച് വിവരം വിദ്യാഭ്യാസമുള്ളല്ലേ? സാർ അവിടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് വല്ല മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് വിളിച്ചാ? അതെ, ഈ സാറ് ശരിയല്ല. സാറൊന്ന് വിളിച്ചു നോക്കിയാ സാറിനെ. പറ്റില്ലേട്ടാ. അതെ, നിങ്ങൾ പുറത്തു പോയിരിക്കും. സാറപ്പൊ സാറിനൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇന്നലെ വന്നു വരുന്നു പറഞ്ഞ അപ്പൊ ഇവിടെ ഇരിക്കണ്ടേ? ഇതെന്താണ് ഈ പറയണത്? സ്ഥിര സുഖന്റെ മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കണം നിങ്ങള്. അതെ, നിങ്ങൾ പുറത്ത് പോയി അവിടെ ഇരിക്കുക. സാറ് വന്നാൽ നിങ്ങൾക്ക് കാണാം, അതില്ലേ നാളെ കാണാം. അത്രേ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും. ഇവിടെ ഇരുന്നിട്ടേ ശ്വാസം കിട്ടാണ്ട് കാറ്റെങ്ങാനും പോയി കഴിഞ്ഞാ ഒന്നിനെ കൊണ്ട് അടക്കാനുള്ള പണി നോക്കണേ. ആവശ്യമില്ലാത്ത എഴുതാപ്പുറം വായിക്കല്ലേ ചേട്ടാ. എന്താ ആൾക്കാരാണ്, ക്ഷമയില്ലെന്ന് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും. അത് അസുഖമായതുകൊണ്ടാ. എന്താ സുഖം? ഡയലോഗ് അടിക്കുമ്പോ അസുഖം. അതാ വലുവിന്റെ 2-3 ദിവസമല്ലേ അയാൾ ഈ ഓഫീസിൽ നിന്ന് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. നമ്മളൊക്കെ എന്താ ഈ ഓഫീസിൽ വരണത്?